നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. നിരവധി ആളുകൾക്ക് ഈ വിസകൾ ആക്സസ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ഹോം ഓഫീസ് സമ്മതിക്കുന്നു. ഡിജിറ്റൽ കൈമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ 10 വർഷത്തെ റൂട്ട് വിസയിലുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുമെന്ന് ക്യാമ്പയിനേഴ്സ് പറയുന്നു. UK-യിൽ ജീവിക്കാനും ജോലി ചെയ്യാനും അവകാശമുള്ള നിരവധി ആളുകൾക്ക് അവരുടെ ഈ വിസകൾ ആക്സസ് ചെയ്യാനും രാജ്യത്ത് ഉണ്ടായിരിക്കാൻ അനുവദിച്ചിരിക്കുന്നു എന്നതിനുമുള്ള തെളിവുകൾ നൽകാൻ കഴിയില്ലെന്ന് ഹോം ഓഫീസ് സമ്മതിക്കുന്നു. ഈ വിസകൾ ആക്സസ് ചെയ്യാൻ കഴിയാത്തവർക്ക് UK-യിൽ കഴിയാൻ അനുവാദമുണ്ട്. എന്നാൽ അവർക്ക് ജോലി ചെയ്യാനും വീട് വാടകയ്ക്കെടുക്കാനുമുള്ള അവകാശം കാണിക്കാൻ കഴിയില്ല. 1 മാസത്തിനുള്ളിൽ വിസകൾ ഡിജിറ്റലാകുമ്പോൾ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഉള്ള എല്ലാവർക്കും ഈ വിസകൾ ഉടനടി ആക്സസ് ചെയ്യാൻ കഴിയുന്നത് നിർണായകമാണ്. അല്ലാത്തപക്ഷം 2025 3C ലീവിലുള്ള 10,000-കണക്കിന് ആളുകളെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും വികലാംഗ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുകയും മറ്റ് അടിസ്ഥാന സേവനങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യും. UK-യിൽ കാമുകിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ ഇന്ത്യൻ വംശജനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ഈസ്റ്റ്ലാൻഡ്സിലെ വീട്ടിൽ വെച്ച് കാമുകിയെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ഇന്ത്യൻ വംശജനെ UK കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ലെസ്റ്റർ റൗണ്ട് കോടതിയിൽ നടന്ന വിചാരണയെ തുടർന്ന് തരൺജിത്ത് ചാഗർ എന്നറിയപ്പെടുന്ന തരൺജിത്ത് റിയാസിദിനെ കൊലപ്പെടുത്തിയ കേസിൽ ലിസ്റ്റ് നിവാസിയായ 50-കാരൻ രാജ്സിത് പാര കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. ലിസസ്റ്റർഷെയർ പോലീസ് പറയുന്നതനുസരിച്ച് 21 വർഷത്തെ തടവ് ശിക്ഷയാണ് രാജ്സിത് പാരയ്ക്ക് ലഭിച്ചത്. 44-കാരിയായ തരൺജിത്തിന്റെ തലച്ചോറിൽ രക്തസ്രാവവും വാരിയെല്ലുകൾക്ക് ഒടിവും മറ്റു പരിക്കുകളും കണ്ടെത്തിയിരുന്നു. രാജ്സിത് പാരയ്ക്ക് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് സിൻഡ്രോം ഉണ്ടെന്ന് കോടതി പറഞ്ഞു. 10 വയസ്സുള്ള ഇന്ത്യൻ ബ്രിട്ടീഷ് ബാലൻ IQ-വിൽ ആൽബർട്ട് ഐൻസ്റ്റീനെയും സ്റ്റീഫൻ ഹോക്കിങ്ങിനെയും പിന്തള്ളി. ലണ്ടനിലെ ഹൗൺസ്ലോയിൽ നിന്നുള്ള 10 വയസ്സുകാരൻ ക്രിഷ് അറോറ ഐൻസ്റ്റീനെയും ഹോക്കിങ്ങിനെയും മറികടന്ന് 162 IQ സ്കോർ നേടിയതിന് അംഗീകാരം നേടി. സെപ്റ്റംബറിൽ UK-യിൽ ഗ്രാമർ സ്കൂളായ ക്വീൻ എലിസബത്ത് സ്കൂളിൽ ചേരാനും തയ്യാറെടുക്കുകയാണ്. ക്രിഷിന്റെ മാതാപിതാക്കൾ എഞ്ചിനീയർമാരാണ്. ക്രിഷിന് 4 വയസ്സുള്ളപ്പോഴാണ് കഴിവുകൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. ഒഴിവ് സമയങ്ങളിൽ പസിലുകളും ക്രോസ്വേഡുകളും സോൾവ് ചെയ്യുന്നതാണ് ക്രിഷിന്റെ ഇഷ്ടവിനോദം. DWP ബോണസ് പേയ്മെന്റുകൾ ക്രിസ്മസിന് മുമ്പ് ബാങ്ക് അക്കൗണ്ടുകളിലെത്തും. കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങളെയും പെൻഷൻകാരെയും ശൈത്യകാലത്ത് സഹായിക്കുന്നതിനായി അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നിരവധി പേയ്മെന്റുകൾ നൽകും. ഇവയിൽ ചിലത് ഡിപ്പാർട്ട്മെന്റ് ഫോർ വർക്ക് ആൻഡ് പെൻഷൻസ് അഥവാ DWP നൽകും. ബില്ലുകൾ അടയ്ക്കുന്നതിനും മറ്റ് അവശ്യകാര്യങ്ങൾക്കുമായി സഹായം ആവശ്യമായി വന്നേക്കാവുന്ന ഏറ്റവും ദുർബലരായ ആളുകളെ പിന്തുണയ്ക്കാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിൽ £300 പേയ്മെന്റുകളാണ് DWP നൽകുന്നത്. പെൻഷൻ ക്രെഡിറ്റിന് അർഹതയുള്ള ഏകദേശം 1 ദശലക്ഷം പെൻഷൻകാർ നിലവിൽ ക്ലെയിം ചെയ്യുന്നില്ലെന്ന് ഏജ് UK കണക്കാക്കുന്നു. £20,000 വരെ പേയ്മെന്റുകൾ നൽകാനും ജോലിക്കും പെൻഷനുകൾക്കും ഉള്ള വകുപ്പ് സജ്ജമാക്കിയേക്കും. ബോൾട്ടിക് കടലിനടിയിലൂടെയുള്ള കേബിൾ വിച്ഛേദിക്കപ്പെട്ടു. കടലിനടിയിലൂടെ പോകുന്ന 2 പ്രധാന കേബിളുകളാണ് കഴിഞ്ഞയാഴ്ച വിച്ഛേദിക്കപ്പെട്ടത്. ഇതിനു പിറകിൽ ആരാണെന്ന് കൃത്യമായി പറയാൻ സാധിക്കില്ലെങ്കിലും സംശയമുയരുന്നത് ചൈനീസ് കപ്പലായ പെങ് 3ന്റെ മുകളിലാണ്. ഈ കേബിളുകൾ ഫിൻലാൻഡിനെയും ജർമ്മനിയുമായും സ്വീഡനെ ലിത്വേനിയുമായും ബന്ധിപ്പിക്കുന്നതായിരുന്നു. കേബിളുകൾക്ക് കേടുപാട് സംഭവിക്കുന്ന സമയത്ത് ചൈനീസ് കപ്പലാണ് ആ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ചൈനീസ് കപ്പലാകാം ഇതിനു പിറകിലെന്ന് സംശയിക്കുന്നത്. കേടുപാടുകൾ നിസ്സാരമായതുകൊണ്ട് 4 രാജ്യങ്ങൾക്കും വലിയ പ്രതിസന്ധികൾ ഉണ്ടായില്ല. ഇതുപോലെ ഒരു ആസൂത്രിത ആക്രമണം ബ്രിട്ടനെതിരെ ഉണ്ടായാൽ അത് ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ ഊഹിക്കാൻ പറ്റാത്തത്ര വലുതാകും. ഇതിന് മുഖ്യ കാരണം ബ്രിട്ടീഷ് ഒരു ഐലൻഡാണ് എന്നുള്ളതാണ്. 60 വ്യത്യസ്ത പൈപ്പ് ലൈനുകൾ വഴിയാണ് ബ്രിട്ടനും മറ്റു കരകളും തമ്മിൽ ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ മുതലായ ആവശ്യങ്ങൾക്കായുള്ള കേബിൾ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇവയ്ക്കെല്ലാം കേടുപാട് സംഭവിച്ചാൽ ബ്രിട്ടന്റെ സ്ഥിതി അതിഭയാനകമായ അവസ്ഥയിലാകും എന്നുള്ള കാര്യം വാസ്തവമാണ്. എയർലൈൻസ്, ബാങ്കുകൾ, പവർ ഗ്രിഡുകൾ, ഹോസ്പിറ്റലുകൾ മുതലായ സുപ്രധാന സേവനങ്ങൾ നൽകുന്ന പ്രസ്ഥാനങ്ങൾ പ്രവർത്തനരഹിതമാകും എന്നത് ബ്രിട്ടനെ ആശങ്കയിലാക്കുന്നു. ഉക്രൈനും റഷ്യയുമായി നടക്കുന്ന യുദ്ധത്തിൽ ബ്രിട്ടൻ റഷ്യക്കെതിരായുള്ള നയങ്ങളിൽ പ്രകോപിതരായി റഷ്യ ഇങ്ങനെയൊരു ആക്രമണം നടത്തിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വിദഗ്ധർ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. ഗർഭിണികളും പ്രായമായവരും RSV വാക്സിൻ എടുക്കാൻ NHS പ്രോത്സാഹിപ്പിക്കുന്നു. റെസ്പിറേറ്ററി സിൻസിറ്റിയൽ വൈറസിനെതിരെ വാക്സിനേഷൻ എടുക്കാൻ യോഗ്യതയുള്ള ആളുകളെ NHS പ്രോത്സാഹിപ്പിക്കുന്നു. RSV അണുബാധ കുട്ടികൾക്കും പ്രായമായവർക്കും അപകടകരമാണ്. ഇത് ഗുരുതരമായ ശ്വാസകോശ അണുബാധകളിലേക്ക് നയിക്കുന്നു. ഇത് കുട്ടികളുടെ ആശുപത്രികളിലും പീഡിയാട്രിക് തീവ്ര പരിചരണ വിഭാഗങ്ങളിലും സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് NHS പറഞ്ഞു. 1,24,867 ആളുകൾക്ക് RSV വാക്സിനേഷനുകൾ നൽകിയതായി NHS പറഞ്ഞു. 28 ആഴ്ചയ്ക്ക് മുകളിലുള്ള എല്ലാ ഗർഭിണികളെയും 75-നും 79-നും ഇടയിൽ പ്രായമുള്ള ആളുകളെയും വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് NHS പറഞ്ഞു.
പ്രായമായവരിൽ ഓരോ വർഷവും ഏകദേശം 2500 ആശുപത്രി പ്രവേശനങ്ങളും 15,000 GP സന്ദർശനങ്ങളും 60,000 RSP കേസുകളും തടയാൻ കഴിയുമെന്ന് അടുത്തിടെ നടത്തിയ ഒരു പഠനം കാണിക്കുന്നു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.